ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. ഇന്ന് സിലിക്കൺ വാലിയിൽ നിന്നും ആഞ്ഞടിക്കുന്ന സൈബർ സെൻസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഓരോ മലയാളിക്കും അതിന്റെ ഉത്തരം പറയാൻ അറിയാം. കാരണം ദ ഹിന്ദുവിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് അത് വ്യക്തമാക്കുന്നതാണ്. എന്താണ് ആ തലക്കെട്ടെന്നറിയോ? ആ തലക്കെട്ട് ഇങ്ങനെയാണ്: ക്ലബ് ഹൗസ് ടേക്സ് കേരള ബൈ സ്റ്റോം. കേരളത്തിൽ ക്ലബ് ഹൗസിന്റെ കൊടുങ്കാറ്റടിക്കുന്നുവെന്നാണ് ആ തലക്കെട്ട്. ശരിയല്ലേ? എത്രമാത്രം ഡൗൺലോഡ്സ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ക്ലബ് ഹൗസ് എന്ന ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്? എത്രമാത്രം മലയാളികളാണ് ഇപ്പോൾ ക്ലബ് ഹൗസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ഫേസ്ബുക്ക് ഫൗണ്ടർ ആയിട്ടുള്ള മാർക്ക് സുക്കർബർഗും ടെസ്ല ഫൗണ്ടർ ആയിട്ടുള്ള എലോൺ മസ്കും ഉൾപ്പെടെ വളരെ ആക്റ്റീവായി ഒരുപാട് സെലിബ്രിറ്റികളും ഒരുപാട് ഫൗണ്ടേഴ്സും ഒക്കെ പങ്കെടുക്കുന്ന ഒരു മാധ്യമമായി മാറിക്കഴിഞ്ഞു ക്ലബ് ഹൗസ് എന്ന ഓഡിയോ സോഷ്യൽ ആപ്പ്. അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തിയുള്ള ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്ലബ് ഹൗസ്. ഈ ക്ലബ് ഹൗസ് ചില ജീവിത പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ചില ലൈഫ് ലെസൺസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനുമുമ്പ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായത് പോൾ ഡേവിഡ്സൺ എന്ന പേരുള്ള ആൾ ഹൈലൈറ്റ് എന്ന കമ്പനി പൂട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. ആ സമയത്ത് രോഹൻ സെയ്ത്ത് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തുടങ്ങിയ സ്റ്റാർട്ടപ്പ് വിറ്റിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് 2019 ഇവർ രണ്ടുപേരും തമ്മിൽ കൂടിക്കാണുന്നു, ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്നു. അങ്ങനെ പിറവി കൊണ്ട ആശയമാണ് ശബ്ദത്തിലൂടെ, മനുഷ്യന്റെ വോയിസിലൂടെ മനുഷ്യർക്ക് പരസ്പരം മിണ്ടാനും സംസാരിക്കാനും ചർച്ചകൾ നടത്താനും അവസരമൊരുക്കുന്ന ക്ലബ് ഹൗസ് എന്ന ഈ ആപ്ലിക്കേഷൻ പിറവികൊള്ളുന്നത്. ആദ്യം ഇത് ആപ്പിളിൽ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒന്നായിരുന്നു, അതുകൊണ്ട് സ്കേഴ്സിറ്റി ഉണ്ടായിരുന്നു. ആൻഡ്രോയിഡിലേക്ക് വന്നപ്പോഴാണ് ഇത് കൂടുതൽ ജനകീയമായി മാറിയത്. ഇതൊക്കെയാണ് ക്ലബ് ഹൗസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്, അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ജീവിത പാഠങ്ങൾ? നമ്പർ 1, വിന്നേഴ്സ് നെവർ ക്വിറ്റ്. വിജയിക്കുന്ന ആളുകൾ ക്വിറ്റ് ചെയ്യാറില്ല, അവർ നിർത്താറില്ല, അവരുടെ പ്രവർത്തനങ്ങൾ നിർത്താറില്ല. ഇതിലെ രോഹൻ സെയ്ത്ത് തന്റെ സ്റ്റാർട്ടപ്പ് വിറ്റിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. പോൾ ഡേവിഡ്സൺ ഹൈലൈറ്റ് എന്ന കമ്പനി പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇവർ രണ്ടുപേരും ഇനിയൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല, എന്ത് ചെയ്താലും പരാജയപ്പെടുകയാണല്ലോ എന്ന് ചിന്തിച്ച ആളുകളല്ല, മറിച്ച് അവർ പുതിയൊരു ആശയവുമായി മുൻപോട്ട് വരികയാണ് ചെയ്തത്. ഇതേപോലെ നമ്മൾ പല ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിജയിക്കണമെന്നില്ല. വിജയിക്കാതിരിക്കുകയാണെങ്കിലും വീണ്ടും നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായാൽ, ഒരാശയം നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മറ്റൊരാശയവുമായി വീണ്ടും ഇറങ്ങാൻ നമ്മൾ തയ്യാറായാൽ നമുക്കും വിജയിക്കാം. വിജയിച്ച ആളുകൾ ഇടയ്ക്ക് വെച്ച് നിർത്താറില്ല, ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന ആളുകൾ വിജയിക്കാറുമില്ല. പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക, വിജയം ഒരു ദിവസം നമുക്ക് സുനിശ്ചിതമാണ്. 2, ബി എ ക്ലബ് ഹൗസ്. നിങ്ങളൊരു ക്ലബ് ഹൗസ് ആയി മാറുക. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. നമ്മൾ കാലങ്ങളായി പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, നിങ്ങളൊരു റേഡിയോ പോലെയാണ്. അതായത് വൺ സൈഡഡ് ആയി സംസാരിക്കുന്ന വ്യക്തികളെ നമ്മൾ പലപ്പോഴും പറയണം എന്താ, റേഡിയോ പോലെയാണെന്ന് പറയും. ഇവിടെ റേഡിയോ പോലെയാണ് നമ്മളെങ്കിൽ എത്രയും വേഗം മാറിയേ പറ്റൂ. നമ്മൾ ക്ലബ് ഹൗസ് പോലെ ആവണം. അതായത് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ പറയുന്നതിനോടൊപ്പം മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക കൂടി വേണം. അവർ പറയുന്നത് കേട്ടിട്ട് അതിനുള്ള ഉത്തരം കൊടുക്കാൻ കഴിയണം. ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആശയം കൂടി ക്ലബ് ഹൗസ് കൈമാറുന്നുണ്ട്. എത്രയും വേഗം ഒരു റേഡിയോ പോലൊരു വ്യക്തിത്വമാണ് ഉള്ളതെങ്കിൽ ക്ലബ് ഹൗസ് പോലുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് മാറേണ്ടതാണ്. ഇതാണ് ക്ലബ് ഹൗസ് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാഠം. 3, ടേക്ക് റൈറ്റ് ചോയ്സസ്. കൃത്യമായ തെരഞ്ഞെടുപ്പുകൾ എടുക്കാൻ തയ്യാറാവുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തെരഞ്ഞെടുക്കുന്നത് കൃത്യമായിരിക്കണം. നമ്മുടെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ ബർത്ത് അല്ലെങ്കിൽ ജനനം, ഡെത്ത് അല്ലെങ്കിൽ മരണം, BCD, ബർത്ത്, ഡെത്ത്. നടുക്കുള്ള C ആണ് ചോയ്സ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ്. നമ്മുടെ തെരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്. അതേപോലെ തന്നെയാണ് ക്ലബ് ഹൗസിൽ കയറുന്ന വ്യക്തി വെറുതെ അവിടെ ഇവിടെയുള്ള കുറെ റൂംസിൽ കയറി ഇറങ്ങി വന്നാൽ പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് സമയനഷ്ടവും തന്റെ ശക്തി നഷ്ടവും അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. അതേസമയം കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി ക്ലബ് ഹൗസിൽ കയറിയപ്പോൾ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യണം. അതിന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്ന റൂംസ് ഉണ്ട്. അതിൽ കയറി ഇംഗ്ലീഷ് പഠിക്കാനായിട്ടുള്ള ശ്രമം നടത്തുമോ, അതല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില ഇൻഫർമേഷൻ കിട്ടണം, അതിനായി ബിസിനസ് കമ്മ്യൂണിറ്റികളിൽ അത്തരത്തിലുള്ള റൂംസിൽ കയറി കുറച്ച് ഇൻഫർമേഷൻ കിട്ടുമോ, അതല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ വളർത്തണം, ഇപ്പോൾ യൂട്യൂബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില റൂംസിൽ കയറിയിട്ട് അതിനെക്കുറിച്ച് പഠിച്ചോ, ട്രെയിനിങ് കിട്ടണം, ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനേഴ്സ് ഉള്ള റൂംസിൽ കയറി അങ്ങനെയുള്ള സ്കിൽ ഡെവലപ്മെന്റുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിച്ചോ, ഇത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ളത് എന്ത് എന്ന് മനസ്സിലാക്കി വേണം ഈ മാധ്യമം ഉപയോഗിക്കാൻ. അങ്ങനെ ഉപയോഗിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് വളരെയധികം പ്രയോജനകരമായി മാറും ഓരോ സന്ദർശനവും. അപ്പോൾ ജീവിതത്തിൽ കൃത്യമായ തെരഞ്ഞെടുപ്പുകൾ അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കി തരുന്നു എന്നുള്ളതാണ് ക്ലബ് ഹൗസ് നമ്മളെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം. 4, മാക്സിമൈസ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെ മാക്സിമൈസ് ചെയ്യാൻ തയ്യാറാവുക. പുതിയ മേഖലകൾ, പുതിയ അവസരങ്ങൾ, പുതിയ അവന്യൂസ് ഇതൊക്കെ ഉപയോഗിക്കുക, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. കാരണം പുതിയ പുതിയ മേഖലകളും പുതിയ പുതിയ അവസരങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴായിരിക്കും നമുക്കുള്ളിലെ യഥാർത്ഥ കഴിവും യഥാർത്ഥ ശക്തിയും ഒക്കെ പുറത്തെടുക്കാൻ കഴിയുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം.
ഒന്ന് രണ്ട് റൂംസിൽ കയറിയപ്പോൾ എനിക്ക് പരിചയമുള്ള ചില സുഹൃത്തുക്കൾ അതിനകത്തുണ്ടായിരുന്നു. ഇവരധികം സംസാരിക്കാത്ത ആളുകളാണ്, ഇൻട്രോവേർട്ട് ആയ വ്യക്തികളാണ്. അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഇൻട്രോവേർട്സ് ആണെന്ന്. എന്നാൽ ഈ വ്യക്തികൾ വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ റൂംസ്. ചിലപ്പോൾ ഇൻട്രോവേർട്സ് ആയിരുന്ന ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എക്സ്ട്രോവേർട്ടായി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന പല വ്യക്തികളും പല റൂമിൽ മിണ്ടാതെ ഇരുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്നു. അതായത് അവരുടെ റോളിൽ ഒരു ഷിഫ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ സംസാരിക്കുകയും എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പുതിയ സംവിധാനം കൂടി നമുക്ക് കാണാൻ കഴിയും പല റൂമുകളിലും. പുതിയ പുതിയ അവസരങ്ങൾ ഉപയോഗിക്കുമ്പോൾ, പുതിയ പുതിയ അവന്യൂസ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്കുള്ളിലെ പല സ്കിൽസും പല കപ്പാസിറ്റികളും പുറത്തെടുക്കാൻ കഴിയുന്നത് എന്നുകൂടി പഠിപ്പിച്ചു തരുന്നു ഈ ഒരു മാധ്യമം. 5, ബിൽഡ് ക്രെഡിബിലിറ്റി. ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ വിശ്വാസ്യത നമ്മൾ ഉണ്ടാക്കിയേ മതിയാവും. കാരണം ഈ ഒരു മാധ്യമത്തിൽ നമ്മളൊരു റൂം ഉണ്ടാക്കുകയാണ്. ആ റൂം ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ബിസിനസ്മാൻ ആണെന്നിരിക്കട്ടെ, നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ നേരെ വിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വിറ്റ് പോവില്ല. അതിന് പകരം നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത്, എന്ത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ വിൽക്കുന്നത്, അതിനെക്കുറിച്ച് കൃത്യമായ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് വ്യക്തമായി ആ റൂമിൽ വന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അവർ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്യും, നിങ്ങൾക്ക് അവിടെ ബിസിനസ് നടക്കും. നിങ്ങൾ കൃത്യമായി വിശ്വാസ്യത ഉണ്ടാക്കണം എന്നുള്ളത് തിരിച്ചറിവ് നൽകുന്ന ഒരു മാധ്യമം കൂടിയായി മാറി ക്ലബ് ഹൗസ്. കാരണം ലൈവ് ആണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വിശ്വാസ്യത ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അത്ര കണ്ട് എക്സ്പേർട്ട് ആണ് നമ്മൾ എന്നുള്ളത് പ്രൂവ് ചെയ്താൽ മതി. കൃത്യമായി നമുക്കുള്ള അറിവുകൾ, കൃത്യമായി നമുക്ക് നമ്മുടെ മേഖലയെക്കുറിച്ചുള്ള നോളജ് അത് പകർന്നു കൊടുക്കാൻ തയ്യാറായാൽ മതി. നമ്മുടെ എക്സ്പെർട്ടീസ് കാണിച്ചു കൊടുത്തുകൊണ്ട് വിശ്വാസ്യത ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. ബിൽഡ് ക്രെഡിബിലിറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു മാധ്യമത്തിലും മറ്റ് സോഷ്യൽ മീഡിയയിലും കൂടെ നമുക്ക് നല്ലൊരു വിസിബിലിറ്റി അല്ലെങ്കിൽ നമ്മളെ ആളുകൾ കാണാൻ തുടങ്ങും. അങ്ങനെ കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് വിശ്വാസ്യത ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ തുടർച്ചയായി സംസാരിക്കുമ്പോൾ, തുടർച്ചയായി കാര്യങ്ങൾ പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങളിൽ നിന്നും വിശ്വാസ്യത ജനിക്കുന്നു. ആ വിശ്വാസ്യത നിങ്ങൾക്ക് പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ കാരണമായി തീരുന്നു. ബിൽഡിംഗ് ക്രെഡിബിലിറ്റി ഈസ് ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് ഈ മാധ്യമം നമുക്ക് പഠിപ്പിച്ചു തരുന്ന 5ാമത്തെ പാഠം. 6, മോഡറേറ്റർ സ്കിൽസ്. ഒരു മോഡറേറ്റർക്ക് വേണ്ട സ്കിൽ എന്തൊക്കെയാണ്, ഒരു മോഡറേറ്റർ എങ്ങനെയായിരിക്കണം, ഇത് കൃത്യമായി പഠിക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ക്ലബ് ഹൗസ്. കാരണം ഓരോ റൂമിലും മോഡറേറ്റേഴ്സ് കാണും. അവരെങ്ങനെയാണ് ഓരോ റൂമിനെ കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ചർച്ചകൾ കൊണ്ടുപോകുന്നത്, ഇത് കൃത്യമായി നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ മോഡറേറ്റർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും അത് സഹായകരമാവും. ചില ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ ആകെ സ്ലഗിഷായി, ആകെ ലേസിയായി, മടി പിടിച്ച മോഡറേറ്റേഴ്സ് ആയിരിക്കും സംസാരിക്കുന്നത്. ആളുകൾ പെട്ടെന്ന് ലീവ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചില ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള മോഡറേറ്റർ ആയിരിക്കും. മാത്രമല്ല കൂടെയുള്ള ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ആളുകൾ ഉത്തരങ്ങൾ പറയുന്നുമുണ്ട്. അതിനുശേഷം അനാവശ്യമായ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ അത് അവിടെ തന്നെ അദ്ദേഹം ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. കൃത്യസമയത്ത് ആ മീറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ധാരണയോടെ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന മോഡറേറ്റേഴ്സും ഉണ്ട്. അഴിച്ചുവിട്ട ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ കൃത്യമായി യാതൊരു രീതിയിലുള്ള മോഡറേഷനും ഇല്ലാത്ത റൂമുകളും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മോഡറേറ്റർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കൂടി ഈ മാധ്യമം നമ്മളെ സഹായിക്കും. കഴിഞ്ഞ ഒരാഴ്ച കാലത്തോളം ക്ലബ് ഹൗസ് എന്ന ആപ്പ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില ജീവിത പാഠങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഇതല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. കൂടാതെ ലേണിംഗിന് സഹായിക്കുന്ന, സെൽഫ് ഡെവലപ്മെന്റിന് സഹായിക്കുന്ന മറ്റേതെങ്കിലും റൂംസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ റൂംസ് ഏതൊക്കെയാണെന്നും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം ഈ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് അത് സഹായപ്രദമായി മാറിയേക്കാം. ഞാനും ഉണ്ട് ക്ലബ് ഹൗസിൽ. എന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ നവീൻ ഇൻസ്പയേഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതേപോലുള്ള മോട്ടിവേഷണലായ, ഇൻസ്പിറേഷണലായ, സെൽഫ് ഡെവലപ്മെന്റ് സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Wishing you all the very best. NK signing off.